അത് ആളുകൾ ഒരേ സമയം ആശങ്കയും സന്തോഷവും ഉണർത്തുന്ന കാര്യമാണ്. 1000 കപ്പലുകളാണ്, മദർഷിപ്പുകളാണ് ഇവിടെ വന്നെത്തിയത്. ചെറിയ കാര്യമല്ലത്. പക്ഷേ ഇത് കേൾക്കാൻ നമുക്ക് തോന്നുന്നു ഇതെന്തോ വലിയ കുഴപ്പമായല്ലോ, സംസ്ഥാന സർക്കാർ അറിയാതെ അദാനി ഗ്രൂപ്പ് അങ്ങനെ ചെയ്തല്ലോ എന്ന്. പ്രോജക്റ്റൊക്കെ ഏകദേശം അപ്രൂവൽ വന്ന ഘട്ടത്തിലാണ് മനസ്സിലാക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് ഇത് ചൈനീസ് കമ്പനിയാണെന്നുള്ളത്. നമസ്കാരം, വെൽക്കം ടു JM ടോക്സ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച വിഴിഞ്ഞം പോർട്ടാണ്, വിഴിഞ്ഞം തുറമുഖമാണ്. കഴിഞ്ഞ മുൻ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഏറ്റവും പുതിയ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പോർട്ട് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി മിഷൻ സമുദ്ര എന്ന പദ്ധതി ആവിഷ്കരിച്ചതും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് 1000 കപ്പലുകൾ വന്നത് നമ്മൾ വലിയ ആഘോഷമാക്കി എല്ലാം ആഘോഷിച്ചതുമൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ അറിയുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരി മറ്റൊരു പ്രമുഖ MNC കമ്പനിയായിട്ടുള്ള മെഡിറ്ററേനിയൻ ഷിപ്മെൻറ്റ് കോർപ്പറേഷൻ അത് 49%, അദാനിയിൽ നിന്ന് 49% ഓഹരി എടുക്കുന്നെന്നും അതേ തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഒക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? സാർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഈ വിഴിഞ്ഞം മിഷൻ സമുദ്ര എന്നുള്ള പേരിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതും കേരളത്തെ മൊത്തം ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള പ്രോജക്റ്റുമൊക്കെ നിലനിൽക്കുമ്പോഴേ പെട്ടെന്ന് ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഷെയറിൻ്റെ ഒരു 40% വിൽക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ആളുകൾ ഒരേ സമയം ആശങ്കയും സന്തോഷവും ഉണർത്തുന്ന കാര്യമാണ്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ MSC എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനി അവർ ഏകദേശം 13,000 കോടി രൂപയാണ് വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും വലിയൊരു വിദേശ നിക്ഷേപം, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു നിക്ഷേപം ഈ രംഗത്ത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ആശങ്ക എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ അദാനി ഗ്രൂപ്പ് ഇങ്ങനെ അവരുടെ ഷെയറുകൾ വിറ്റ് കളയുന്നത്? രണ്ടാമത്തെ പ്രശ്നം, ഇത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. 2015 ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നിർമ്മാണം തുടങ്ങിയത്. 2080 മാത്രമേ ഇത് കേരള സർക്കാരിന് ഇത് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. 2034 പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ വരുമാനം കിട്ടുക ഈ അദാനി ഗ്രൂപ്പിനാണ്. സംസ്ഥാന സർക്കാരിന് 1% മാത്രം ലാഭവിഹിതം. അത് ഓരോ വർഷം കൂടുന്നവരും 2%, 3% ഇങ്ങനെ കൂടി വരും. പക്ഷെ അതൊന്നും ഒരു വലിയ തുകയല്ല. അപ്പം അദാനി ഗ്രൂപ്പിനെ നമ്മൾ ഏൽപ്പിച്ചൊരു സംഗതി അദാനി ഗ്രൂപ്പ് സർക്കാർ അറിയാതെ കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് 49% ഓഹരിയാണ് MSCക്ക് കൊടുക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതിലൂടെ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? അതാണ് അദാനി ഗ്രൂപ്പ് ആകെ ഇത് ചിലവാക്കിയിരിക്കുന്നത് എത്രയാണെന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇതിപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇതിൻ്റെ മൊത്തം ചിലവെന്ന് പറയുന്നത് ഏകദേശം 8,000 കോടി രൂപയാണ്. അതിൽ 5,500 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ഥലം ഏറ്റെടുക്കൽ, ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഓൾറെഡി ആദ്യഘട്ടത്തിൽ അതാണ് കൂടുതൽ, 5,000 കോടി രൂപ. പക്ഷേ അത് മൊത്തം പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നില്ല. മൊത്തം പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ അനുസരിച്ച് ഏതാണ്ട് പദ്ധതി പൂർത്തിയാകും 27,000 കോടി രൂപയാണ് ചിലവ് വരുന്നത്. പക്ഷേ അദാനി ഗ്രൂപ്പ് ഇപ്പം ചിലവാക്കിയിരിക്കുന്നത് ഏകദേശം 2,500 കോടി രൂപ, 3,000 കോടി രൂപ ചിലവാക്കിയിട്ടുള്ളൂ. രണ്ടാം ഘട്ടമായിട്ട് ഇപ്പോൾ ഒരു 10,000 കോടി രൂപയും കൂടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഇതുവരെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും അദാനി ഗ്രൂപ്പിനെ മൊത്തം ഏൽപ്പിച്ചെന്ന് ചോദിച്ചാൽ അദാനി ഗ്രൂപ്പിന് ഈ പോർട്ട് രംഗത്തുള്ള ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഈ ഇൻ്റർനാഷണൽ കപ്പലുകളൊക്കെ കേരളത്തിലേക്ക് ഈ തുറമുഖത്തിലേക്ക് വരണമെങ്കിൽ അദാനി ഗ്രൂപ്പ് വിചാരിക്കണം, അല്ലാതെ നമ്മൾ വിചാരിച്ച് നടക്കത്തില്ല. അതുകൊണ്ട് അദാനി ഗ്രൂപ്പിനെ ഇത് ഏൽപ്പിക്കുന്നത്, അല്ല അതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുന്നത്. അദാനി ഗ്രൂപ്പിന് ഇന്ത്യയിൽ തന്നെ വേറെയും തുറമുഖങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന് രണ്ടാം ഘട്ടത്തിന് വേണ്ടി അദാനി ഗ്രൂപ്പ് മുടക്കുന്നത്, അതിന് മൂന്നാം ഘട്ടമുണ്ട് വേറെ, എല്ലാം കൂടെ അദാനി ഗ്രൂപ്പ് അതിൽ 16,000 കോടി രൂപ മുടക്കുന്ന സ്ഥാനത്താണ് അതിൽ 13,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് ഈ MSC എന്ന് പറയുന്ന കോർപ്പറേഷനിൽ നിന്ന് ഷെയർ വിറ്റ് വാങ്ങിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ നിസ്സാരമായി കണ്ടു. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ പിന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വെറും 3,000 കോടി രൂപയായിട്ട് കുറയുന്നില്ല തൽക്കാലത്തേക്ക്. ശരിയാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് 3,000 കോടി രൂപ മുടക്കുകയല്ല, ഇത് ഇനിഷ്യേറ്റ് ചെയ്തെന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അദാനി ഗ്രൂപ്പിന് ആ ഒരു ഗുഡ് വില്ലുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ഇന്ത്യ പോലെ അല്ലെ കേരളം പോലെ സംസ്ഥാനത്ത് നമ്മൾ പ്രോജക്റ്റ് തുടങ്ങിയാൽ ഒരു അന്താരാഷ്ട്ര കമ്പനികളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരത്തില്ല. ഇതിൻ്റെ ഇനിഷ്യൽ വർക്ക് നടപ്പാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അദാനി ഗ്രൂപ്പ് ഇത് ഏറ്റെടുത്തു, ആദ്യ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ
1000 കപ്പലുകളാണ്, മദർഷിപ്പുകളാണ് ഈ ഇവിടെ വന്നെത്തിയത്. ചെറിയ കാര്യമല്ല അത്, രാജ്യാന്തര തലത്തിൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ MSC പോലൊരു കമ്പനി ഇതിന് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള ചോദ്യം, പിന്നെ നേരത്തെ ഗൗരി ചോദിച്ചതുപോലെ സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞില്ലേ? 13,000 രൂപയാണ് ഇപ്പൊ MSC മുടക്കാൻ, 13,000 കോടി രൂപയാണ് മുടക്കാനായിട്ട് പോകുന്നത്. അതെ. അപ്പം സർക്കാരിന്റെ അനുമതി ഇല്ലാതെ അദാനി ഗ്രൂപ്പിന് ഇവിടെ എന്തെങ്കിലും അതിൽ ചെയ്യാനാകുമോ? ശരി, ചോദ്യമുള്ള പ്രസക്തമാണ്. കാരണം എഗ്രിമെന്റ് അനുസരിച്ച് അദാനി ഗ്രൂപ്പ് ഈ ഷെയർ മറിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാർ അറിഞ്ഞിരിക്കണം. എന്ന് മാത്രമല്ല, എഗ്രിമെന്റ് അനുസരിച്ച് അദാനി ഗ്രൂപ്പിന് 25% താഴെ മാത്രം ഷെയർ ഇങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വിൽക്കാം, 74% വരെ വിൽക്കാം. പക്ഷേ ഇതിൻ്റെ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 74% വരെ വിൽക്കാം. ഇതെല്ലാം എഗ്രിമെൻറ്റിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ വിൽക്കാമെന്നുള്ള, അല്ലാതെ എഗ്രിമെൻറ്റിൻ്റെ വയലേഷൻ ഒന്നുമില്ല. പക്ഷേ ഇതിനകത്തൊരു തർക്കം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ ഇന്നലെ ഉന്നയിച്ച ഒരു തർക്കം എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ ഇത് അറിഞ്ഞോ ഇല്ലെന്നുള്ളതാണ്. അപ്പം മുഖ്യമന്ത്രി വിടുന്ന ശേഷം പറഞ്ഞ് സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല. പക്ഷേ ഇത് കേൾക്കാൻ നമുക്ക് തോന്നുന്നു ഇതെന്തോ വലിയ കുഴപ്പമായല്ലോ, സംസ്ഥാന സർക്കാർ അറിയാതെ അദാനി ഗ്രൂപ്പ് അങ്ങനെ ചെയ്തല്ലോ എന്ന്. ഞാൻ അദാനി ഗ്രൂപ്പിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഇതുവരെ എഴുതിയിട്ടില്ല. ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രിലിമിനറി എഗ്രിമെൻറ്റ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനി, വിദേശത്തെ ഒരു MSC പോലെയുള്ള വലിയൊരു കമ്പനി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോർട്ട് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും അവരിതിനെക്കുറിച്ച് പഠിക്കും, ഇവാലുവേഷൻ നടത്തും, പിന്നെ ഇതിൻ്റെ ഭാവി സാധ്യതകൾ പഠിക്കും. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവർ പ്രൊപ്പോസ് ചെയ്യും, ഞങ്ങൾ ഇത്ര കോടി രൂപ മുടക്കാം, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഷെയർ ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അതൊരു പ്രിലിമിനറി എഗ്രിമെൻറ്റ് മാത്രമാണ്. ഈ പ്രിലിമിനറി എഗ്രിമെൻറ്റ് സർക്കാരിന് അറിയിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതിന് പിന്നെ റെഗുലേറ്ററി അതോറിറ്റിയുടെ അനുമതി വേണം, അതിന് പുറത്ത് ഫെബിയുടെ അനുമതി വേണം. ഈ അനുമതിയെല്ലാം ഉറപ്പാക്കി കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ സമീപിക്കും. ഞങ്ങളിങ്ങനെ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നു, ഞങ്ങളുടെ 49% ഷെയർ ഞങ്ങൾ വിൽക്കാൻ പോകുന്നു, അത് ഞങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള സംഗതിയാണ്, ഞങ്ങൾക്ക് 74% വരെ വിൽക്കാനുള്ള അനുമതിയുണ്ട്, ഞങ്ങൾ 49% ഇപ്പോൾ വിൽക്കുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അത് എഗ്രിമെൻറ്റ് അനുസരിച്ച് അങ്ങനെ ഒരു ധാരണ ഉള്ള സ്ഥിതിക്ക് അത് തടയാൻ പറ്റില്ല. പിന്നെ അടുത്ത ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റും വിൽപ്പനയും ഒക്കെ? അത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ MSCയുടെ ആണ് ഇവിടെ ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഷിപ്പുകളുടെ ഏകദേശം ഒരു 80%ഓളം ഈ MSC എന്ന് പറയുന്ന കമ്പനിയുടെ ഷിപ്പുകളാണ് വരുന്നത്, ഇൻ്റർനാഷണലായിട്ട് പോകുന്ന ഷിപ്പുകൾ. അപ്പോൾ അവർ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അവരിതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് നടക്കത്തില്ല. അപ്പോൾ അവർക്ക് 73% ഈ 49% ഷെയർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനകത്ത് നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പിന് അവർ മുടക്കിയിരിക്കുന്നതിൻ്റെ നല്ലൊരു ഭാഗം പണം അവരുടെ കയ്യിൽ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പം അവർക്ക് ഫർദറായിട്ട് മുടക്കാനുള്ള ഒരു പണമായി. അപ്പോൾ അവർക്ക് വേറെ എവിടെന്നെങ്കിലും പണം കൊണ്ട് ഇനി മുടക്കേണ്ട കാര്യമില്ല. ഈ പണം മേടിച്ചിട്ട് അവർക്ക് എല്ലാ കമ്പനികളുടെയും താല്പര്യം എന്തുവാ, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു എഗ്രിമെൻറ്റിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. കേരളത്തെ അപ്പോൾ ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും ഇത്. തീർച്ചയായിട്ടും. അപ്പോൾ ഏതൊക്കെ മേഖലയിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ പ്രോജക്റ്റ് ഹെൽപ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ളത്? അതെ, അതേക്കുറിച്ച് അറിയേണ്ട ഒരു സംഗതി, ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങ് കേരളത്തിൻ്റെ ഇക്കോണമിയിൽ പെട്ടെന്നൊരു വലിയ ജമ്പൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല. കേരളത്തിന് ഇതുകൊണ്ട് പെട്ടെന്ന് വലിയ ഇപ്പോൾ 5,000-6,000 കോടി രൂപ മുടക്കിയതുകൊണ്ട് അതിനനുസരിച്ച് വലിയൊരു വരുമാനം ഇപ്പോൾ ഉണ്ടാകണമെന്നല്ല. പക്ഷേ ഇതെല്ലാം ഒരു ലോങ് ടൈമിലേക്ക് നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇതിനുണ്ടാകാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റാണ്. അതായത് മദർഷിപ്പുകൾ ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ കണ്ടെയ്നറുകൾ ഇറക്കിയിട്ട് ചെറിയ ഷിപ്പുകളിലേക്ക് ഇത് പല ഭാഗത്തേക്ക് പോകുന്നു. അത് ഇന്ത്യയുടെ വിവിധ പോർട്ടുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ വിദേശത്തുള്ള നമ്മുടെ സമീപ പ്രദേശത്തുള്ള ശ്രീലങ്ക അല്ലെങ്കിൽ ദുബായ് പോലെയുള്ള UAE പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് ചെറിയ ഷിപ്പുകളിലായിട്ട് ഇത് അയക്കപ്പെടുന്നു. അപ്പോൾ ആ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റ് വഴി കേരളത്തിൻ്റെ എക്കോണമിയിൽ വലിയ മാറ്റം വരത്തില്ല. ഇവിടെ അങ്ങനെ വലുതായിട്ട് ജോലിയും ഉണ്ടാകത്തില്ല. പക്ഷേ അതുണ്ടാകണമെങ്കിൽ ഇതിനനുബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കേണ്ടതുണ്ട്. അതായത് ഇതിനോട് ചേർന്നിട്ടൊരു ആവാസ വ്യവസ്ഥിതി ഉണ്ടാവണം. അതായത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാവണം. ആ ടൗൺഷിപ്പ് ഉണ്ടാകുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണത്. രണ്ടാമത് ഇതിനകത്ത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ പ്രോജക്റ്റുകൾ ഇവിടുന്ന് കയറ്റി അയക്കാൻ കഴിയണം. അപ്പോൾ നമ്മളുടെ എക്സ്പോർട്ടിനെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യും. മൂന്നാമത് ഇതിന് ഒരു ലോജിസ്റ്റിക് പാർക്ക്, മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക് പാർക്ക് ഉണ്ടാവുക.
അതായത് ഇവിടെ വരുന്ന സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റി വഴിയും റോഡ് കണക്ടിവിറ്റി വഴിയും എത്തിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിനുള്ളിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റമുണ്ട്. അതായത് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുടെ സാധനങ്ങൾ കേരളത്തിലെ റോഡുകൾ വഴിയോ റെയിൽ വഴിയോ ഇത് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഒക്കെ പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വരുമാനം പലതരത്തിൽ അതിന് ഒത്തിരി പേർക്ക് ജോലി കിട്ടും, പല പേർക്ക് വരുമാനം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ടാക്സി മാത്രം എടുക്കുക. ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ ഡ്രൈവർമാർക്ക് ജോലി കിട്ടും, എത്രയോ പിന്നെ മറ്റു തരത്തിലുള്ള എത്രയോ ഹോട്ടലുകളിലൂടെ വരും, ആ ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അങ്ങനെ ഒത്തിരി സാധ്യതയുള്ളൂ. പിന്നെ ക്രൂസ് ടെർമിനൽ എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെർമിനൽ. ആ ടെർമിനൽ ഇതിൻ്റെ ഭാഗമല്ല, വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമല്ല. അത് സംസ്ഥാന സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഏതെങ്കിലും വേറൊരു പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിച്ചാൽ അതിൽ ഒത്തിരി പേർക്ക് ജോലി കിട്ടും. അങ്ങനെ ഇതിന് അനുബന്ധമായിട്ട് വരാൻ പോകുന്ന പിന്നെ വേറൊന്ന് വെയർഹൗസുകൾ. ഈ വരുന്ന കണ്ടെയ്നറുകളിൽ വരുന്ന സാധനങ്ങളെല്ലാം അപ്പം ഇവിടുന്ന് അയക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കാനൊരു സ്ഥലം വേണം. ആ സൂക്ഷിക്കാൻ സ്ഥലം നമ്മൾ ആരെങ്കിലുമൊക്കെ അതിന് സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് ഈ വെയർഹൗസുകൾ പണിത് അത് നിരവധി 8, 10, 20 ഏക്കറുകൾ വേണം സ്ഥലം അതിന് വേണ്ടിയിട്ട്. ഈ സ്ഥലമൊക്കെ വാങ്ങി ഈ വെയർഹൗസുകൾ ഉണ്ടാക്കി അതിവിടെ സൂക്ഷിക്കുക. അപ്പോൾ ആ വെയർഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് ജോലി കിട്ടും, ഒത്തിരി ട്രക്കുകൾക്ക് ഡ്രൈവർമാർക്ക് ജോലി കിട്ടും, ട്രക്കുകൾ വാങ്ങുന്നവർക്ക് അതിന് വരുമാനം കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ഇക്കോണമിയെ വളർത്തും. അപ്പം എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നത് വിഴിഞ്ഞം പോലെ മറ്റ് തുറമുഖങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിന് അനുബന്ധമായിട്ടുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാം. അത് നമ്മുടെ തന്നെ NRIs ഉണ്ട്, നമ്മുടെ തന്നെ നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരുണ്ട്, നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകളുണ്ട് ഇൻവെസ്റ്റേഴ്സായിട്ട്. അതിന് പുറമെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഇതിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ തീരദേശത്തെ മുഴുവനായി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റാണ് ഇതിനകത്ത് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തീരദേശത്തെ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട്സ് നമുക്കുണ്ടാവില്ല. കേരളം പോലൊരു തീരദേശ സംസ്ഥാനത്തെ ഹബിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പം നമ്മുടെ തീരദേശം അവിടെ അതിൻ്റെ ഒരു ശരിയാണ്, അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണത്. പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഇതിനെതിരായിട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രചാരണം അതാണ്. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതാണ്, ഇതാ തീരദേശം മുഴുവൻ പിന്നെ വിദേശ കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്നു, തീരദേശം മുഴുവൻ അദാനിക്ക് എഴുതി കൊടുക്കുന്നു എന്നൊക്കെയാണ്. കേൾക്കുമ്പം അതൊരു ഭയങ്കര ഒരു വലിയ അപകടം പിടിച്ച കാര്യമായിട്ട് തോന്നും. അതൊരു പ്രചാരണ ആയുധമാണ്. പക്ഷേ ഇതിനകത്ത് പിന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രശ്നം എന്താണെന്ന്, നമ്മളിതൊരു പരിസ്ഥിതിയൊക്കെ സംരക്ഷിച്ച് വളരെ സുരക്ഷിതമായ ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാര്യങ്ങളൊക്കെ ഭദ്രമാണെങ്കിൽ നമുക്കിവിടെ ആവശ്യത്തിന് പിന്നെ GDP ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന NRI പണം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഈ ഫോറിൻ മണി വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന പണം ഇവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ നിലനിൽക്കാൻ പോകുന്നില്ല. ഇതെല്ലാം മാറാൻ പോവുകയാണ്. നമ്മുടെ GDP ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിദേശത്തുള്ള പണത്തിൻ്റെ വരവ് കുറയുന്നു. ഇതെല്ലാം വരുമ്പം കേരളത്തിലെ, പിന്നെ അതെല്ലാം ഉപരി നമ്മുടെ പിള്ളേരെല്ലാം ഇവിടുന്ന് പഠിക്കാൻ പോലും വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ കേരളം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലും വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നേടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കേരളം ഇക്കണോമിക്കലായിട്ട് ഗ്രോ ചെയ്യണം. ഇക്കണോമിക്കലായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള ടൂറിസം കൊണ്ട് മാത്രമോ, അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷി കൊണ്ട് മാത്രമോ, അല്ല ഇപ്പോൾ നിലവിലുള്ള IT കൊണ്ട് മാത്രമോ, അല്ല നിലവിലുള്ള വളരെ പരിമിതമായ വ്യവസായങ്ങൾ കൊണ്ട് മാത്രമോ ഇവിടുത്തെ GDP വളരത്തില്ല. അപ്പോൾ ഇവിടുത്തെ GDP വളരണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ നമ്മുടെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മളുടെ കടൽ തീരം അതിനുവേണ്ടി ഉപയോഗിക്കുക. പക്ഷേ സ്വാഭാവികമായിട്ടും നിർബന്ധമായും ഒറ്റ ചോദ്യം ഉള്ളത്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കുമോ? ഏറ്റവും പരമാവധി നമ്മളുടെ എൻവയോൺമെൻറ്റിനെ ബാധിക്കാത്ത തരത്തിലുള്ള പദ്ധതികൾ മാത്രം തിരഞ്ഞെടുക്കുക, അതിനുവേണ്ടി പഠനം നടത്തുക. ഇതൊരു കുഞ്ഞുകളിയല്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് അവരിന് മുന്നിൽ വരുന്ന പ്രോജക്റ്റുകളെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അതിന് അനുമതി കൊടുക്കുക. ഇതിൻ്റെ മാത്രമല്ല, ഇങ്ങനെ പ്രോജക്റ്റ് വന്നാൽ എത്രമാത്രം തൊഴിൽ കിട്ടും, ഇങ്ങനെ പ്രോജക്റ്റ് വന്നാൽ എത്രമാത്രം കേരളത്തിന് വരുമാനം ഉണ്ടാകും, ഇങ്ങനത്തെ പ്രോജക്റ്റ് വന്നാൽ എത്രമാത്രം എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് എത്രമാത്രം കൾച്ചറൽ ഷോക്ക് ഉണ്ട്, ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം പഠിച്ചിട്ട് ഇത് ചെയ്യുന്നില്ലയോ, ഇല്ലെങ്കിൽ ഇത് ലാസ്റ്റ് ബസ്സാണ്, ഈ ബസ് കൂടെ പോയാൽ ഈ ബസ്സില്ല.
അപ്പോൾ അങ്ങനൊരു ഇതുകൊണ്ടാണ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇത് പരിസ്ഥിതിയെ ബാധിക്കില്ലേ? പരിസ്ഥിതിയെ പരമാവധി ബാധിക്കാത്ത തരത്തിൽ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എവിടെയെങ്കിലും അതിന് പാളിച്ച് വന്നാൽ അപ്പോൾ അത് ഉന്നയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ എല്ലാത്തിനും എതിർക്കുക എന്നുള്ളത് ഒരു പരിഹാരമല്ല ഒന്നിനും. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യമാണ്, ഇപ്പം നമ്മുടെ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാർഗമായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം വരുന്നതും. പക്ഷെ ഇപ്പം നമ്മൾ വായിച്ചിടത്തോളം മനസ്സിലാക്കിയത് 2080 മാത്രമേ ഈ MSCയുടെ പൂർണ്ണ അല്ല, MSCയുടെ നിർമ്മാണം പൂർണ്ണമാണെന്നല്ല, അല്ല ഓണർഷിപ്പ് കൈമാറ്റം. അത് MSCയുടെ അല്ല, നമ്മൾ അദാനി ഗ്രൂപ്പായിട്ട് നമ്മുടെ എഗ്രിമെന്റ്. അദാനി ഗ്രൂപ്പ് ഇതിന്റെ ഒരു പാർട്ട് ഷെയർ 49% MSC കൊടുക്കുന്ന വഴി അത് MSCയുടെ കയ്യിലേക്ക് പോകുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അദാനി ഗ്രൂപ്പിന്റെ കയ്യിൽ തന്നെയാണത്. അങ്ങനെ എഗ്രിമെന്റ്. അദാനി ഗ്രൂപ്പ് ഇത് കൊണ്ട് മൊത്തമായിട്ട് MSC കൊടുക്കാൻ പറ്റത്തില്ല. അത് കേരള ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. അപ്പൊ കേരളത്തിന് എങ്ങനെയായിരിക്കും ഒരു സാമ്പത്തിക വളർച്ച? അല്ല, അതെ, ഇപ്പോൾ 2028 ഇതിന്റെ 2-3 ഘട്ടം പൂർത്തിയാക്കുക. അതായത് കുറച്ച് അഡ്വാൻസ് ചെയ്യുക അവർ. ശരിക്കും പറഞ്ഞാൽ 2034 മതിയായിരുന്നു ഈ മൂന്ന് ഘട്ടവും. പക്ഷേ ഇത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. അത് ഈ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇത് പൂർത്തിയാക്കി 2034 തൊട്ട് സംസ്ഥാന സർക്കാരിന് 1% ലാഭവിഹിതം കിട്ടും. അതുകൂടാതെ നികുതി വേറെ കിട്ടും, അത് വേറെ തുകയാണ്. 1% ലാഭവിഹിതം കിട്ടും. പിറ്റേ വർഷം 2% ആവും. അതിൻ്റെ പിറ്റേ ദിവസം 3%. അപ്പം ഈ അദാനി ഗ്രൂപ്പിന് അദാനി ഗ്രൂപ്പും ഈ MSC ഗ്രൂപ്പും ഉൾപ്പെട്ട കമ്പനികൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം കേരളത്തിന് സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വരുമാനം കൂടുന്തോറും കേരളത്തിന് വരുമാനം കൂടും. പക്ഷേ അവർ ലാഭം ഉണ്ടാക്കട്ടെ. അവർ ലാഭം ഉണ്ടാക്കിയാലേ ഇത് വിജയിക്കുകയുള്ളൂ. അവർ ലാഭം ഉണ്ടാക്കിയാലേ വേറെ കമ്പനികളിലൂടെ വരുള്ളൂ. അല്ലാതെ പണ്ട് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ പ്രോജക്റ്റൊക്കെ നമ്മൾ കൊടുക്കാം, പക്ഷെ നമ്മുടെ ആളുകൾ ലാഭം ഉണ്ടാക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു കുത്തക കമ്പനികൾ ഇവിടെ വരുന്നു, അയ്യോ അവർ ഒരു 5 പൈസ ലാഭം ഉണ്ടാക്കിയാൽ അത് സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പാടില്ല. അവരോട് വന്നതൊക്കെ ചെയ്യണം, പക്ഷെ ലാഭം പാടില്ല. ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു പാപമായിട്ടാണ് നമ്മൾ കരുതുന്ന ഒരു കാലം. അത് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. എനിക്കൊന്ന് ഗൗരിയെപ്പോലുള്ള ന്യൂജൻ അതിനോട് അനുകൂലിക്കുമെന്ന് എനിക്ക് സംശയമില്ല. നമ്മുടെ ആവശ്യം എന്താ? നമുക്ക് ജോലി വേണം, നമുക്ക് ജീവിക്കാനുള്ള നല്ല ഭൗതികമായ സാഹചര്യം വേണം. അല്ലാതെ തത്വം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ന്യൂജൻ ചിന്തിക്കുന്നത് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ലാഭം ഒരു 2080 വരെ ഇത് അദാനി ഗ്രൂപ്പിന് അദാനി ഗ്രൂപ്പ് MSC ഗ്രൂപ്പ് ഉൾപ്പെട്ട ഈ കമ്പനികൾക്ക് കൊടുത്ത് അവരവരുടെ ലാഭം എടുത്ത് കഴിഞ്ഞിട്ട് 2080 ആകുമ്പോൾ മൊത്തം അവർക്ക് തരിക. അവർ ഈ മുടക്കിയ കാശ് മൊത്തമായിട്ട് അവർ നമുക്ക് സർക്കാരിനെ ഏൽപ്പിക്കുക. അപ്പോൾ അതുവരെ കാത്തിരുന്നേ പറ്റുള്ളൂ. അതിനകമായിട്ട് ചെയ്യുന്ന സംഗതിയാണ് ഈ വിഴിഞ്ഞം പോർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് അനുബന്ധ സ്ഥാപനങ്ങളുണ്ടാക്കി സ്റ്റേറ്റിൻ്റെ ഇൻകം ജനറേഷൻ വർദ്ധിപ്പിക്കുക. ഇതാണിപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഗതി. അതിനകത്ത് വീഴ്ചകൾ സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ട സംസ്ഥാന സർക്കാരാണ്. കേരള സർക്കാരിൻ്റെ നിലപാടാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായോ അല്ലെങ്കിൽ ദോഷമായോ ഇവിടെ MSC വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നേരത്തെ വിഴിഞ്ഞം പ്രോജക്റ്റ് ഈ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇതൊരു ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു ആന്റണി സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ പ്രോജക്റ്റൊക്കെ ഏകദേശം അപ്രൂവൽ വന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് ഇത് ചൈനീസ് കമ്പനിയാണെന്നുള്ളത്. അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ചൈന കമ്പനിയെ അത് ഏൽപ്പിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് ബോധ്യമായതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കുന്ന ന്യൂസിലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് MSC എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ത്രെറ്റ് ഇല്ല. നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ്. ഒരു ത്രെറ്റൊന്നും അവിടെ നമുക്ക് ഉണ്ടാവാനില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഏതൊരു കമ്പനിയുമായിട്ടും ഇപ്പം അദാനി ഗ്രൂപ്പ് ഇന്ത്യക്ക് അറിയാവുന്ന ഇന്ത്യൻ കമ്പനിയാണ്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അദാനി ഗ്രൂപ്പ് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അന്വേഷിക്കും. അപ്പോൾ ഇത് ഇന്നും നാളെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ റെഗുലേറ്ററി അതോറിറ്റിയുടെ അനുമതി വേണം, അതിൻ്റെ പുറത്ത് സെബിയുടെ അനുമതി വേണം. ഇതെല്ലാം കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അല്ലാതെ നാളെ ഇത് എഗ്രിമെൻറ്റ് വെച്ചു, നാളെ ഇത് ഫൈനൽ എഗ്രിമെൻ്റായി, നാളെ തൊട്ട് മറ്റന്നാൾ ഇതിൻ്റെ ഷെയർ മുഴുവൻ വാങ്ങാം, അതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു തുടക്കം, ഒരു നീക്കം മാത്രമാണ്. അതിൻ്റെ ഒരു ചർച്ചയൊക്കെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഗുണദോഷത്തെക്കുറിച്ച് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. മൊത്തം അദാനി ഗ്രൂപ്പിന് വിറ്റു എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് അത് വിദേശ കമ്പനിക്ക് വിട്ടിരിക്കുന്നു, മൊത്തം കേരളം മുഴുവൻ തീരെഴുതി കൊടുക്കുന്നു എന്നൊക്കെ ആയിരിക്കും പ്രചാരണം വരാൻ പോകുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞാലും ജനങ്ങൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കും, ആലോചിക്കും, ചർച്ച ചെയ്യും.
കാരണം കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണല്ലോ. ചർച്ച ചെയ്യുമ്പോൾ അവരൊരു തീരുമാനത്തിലെത്തും ഇത് സ്റ്റേറ്റിന് ഗുണമോ ദോഷമോ എന്ന്. അങ്ങനെയായിരിക്കും അന്തിമ തീരുമാനം വരാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും MSC പോലൊരു വലിയൊരു കോർപ്പറേഷനാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. എങ്ങനെയായാലും നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമുക്ക് പ്രയോറിറ്റി. നല്ലതിന് വേണ്ടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു.